ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഒന്ന് കൊളുത്തി വിട്ടാ മതി. അതിൽ എണ്ണ ഒഴിക്കേണ്ട കാര്യം അവര് ചെയ്തോളൂ. ശരി മുത്തശ്ശി, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും മുത്തശ്ശിയോട് പറഞ്ഞിട്ടേ ഞാൻ ചെയ്യൂ. അത് മതി. എന്ത് ചെയ്താലും നിയമത്തിന്റെ ഒരു സംരക്ഷണം നമുക്കുണ്ടാവണം. നിയമത്തിന്റെ പേരിലാവണം. അല്ലെങ്കിൽ ഞാനും കൂടി വരാം. കൂടി കൊണ്ടുപോകാൻ പറ. ഞാൻ ഒരു കുസൃതിയും കാണിക്കില്ല. എന്റെ ചേച്ചിയല്ലേ. മോള് പറയുന്ന കേക്ക്. മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കരുത്. മോളകത്തേക്ക് പോ. ചെല്ല്. ചേച്ചി ചേച്ചി ഞാനും വരട്ടെ. ചേച്ചി ചേച്ചി ഞാനും വരുന്ന. ചേച്ചി പോലെ. ചേച്ചി ചേച്ചി പോലെ. ചേച്ചി 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 എന്നെ കൊണ്ടുപോ. ചേച്ചി ആ കാറിന്റെ ചാവി അവന്റെ കയ്യിലുണ്ടായിരുന്നു. അതോ കാണിക്കാത്തായിരുന്നോ? അതെടുത്ത് മാറ്റണമായിരുന്നു. പോയിട്ട് വാ, ഞാൻ വെച്ചിട്ടുണ്ട്. മോളെ. ആ മുത്തശ്ശി, അച്ഛനും അമ്മയും മുത്തശ്ശിയോട് വഴക്കുണ്ടാക്കിയോ? എടി, അവര് വഴക്കുണ്ടാക്കിയാൽ എനിക്കെന്താ? എടി, എന്റെ നാവിന്റെ ഒപ്പം നിന്റെ അച്ഛന്റെ അമ്മയുടെ നാവ് പൊന്തില്ല. ആ, ഇടയ്ക്ക് ഓരോന്നും വരുന്നുണ്ട്. പക്ഷേ എന്റെ ഒച്ച പൊന്തിയെന്ന് കണ്ട നിർത്തും. അല്ലെങ്കിലേ ഞാൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാറ്റിക്കുമെന്ന് രണ്ടെണ്ണത്തിനും അറിയാം. ആ, അതവിടെ നിക്കട്ടെ. അവിടെ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ എന്നെ കൊണ്ട് രണ്ടെണ്ണവും പൊറുതി മുട്ടിയിരിക്കാം. അവരെ ഒന്നിച്ചിരിക്കാനോ കിടക്കാനോ ഞാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ബഹളം വെച്ചും കരഞ്ഞും രാധികയെ പിടിച്ച് എന്റെ മുറിയിലേക്ക് കൊണ്ടുപോകും. ആ, അവൾ അവിടെ കിടക്കട്ടെ. വരുൺ ദേഷ്യം കാണണം മുത്തശ്ശി. ദേഷ്യം വരട്ടടി. അവൻ എന്തുമാത്രം ദേഷ്യം വരുന്നോ അത്രയും നല്ലത്. ആ, മിക്കവാറും വരുൺ എന്നെ തല്ലി ഇറക്കുന്നാ തോന്നുന്നേ. എടി, അവനങ്ങനെ തല്ലിയിറക്കാൻ തോന്നിയാലേ നമ്മള് രക്ഷപ്പെട്ടു. പിന്നിത് നേരെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ആ ചെന്ന് നിൽക്കുക. പിന്നെ അവനെ മാത്രമല്ല, കണിമംഗലത്ത് നിന്നും ഓരോരുത്തരെയായി നമ്മളെ വിചാരണയ്ക്ക് കൊണ്ടുപോയി നിർത്തും. ഒന്നും അറിയാതെ ഞാൻ ഈ കളിക്ക് ഇറങ്ങി പുറപ്പെടില്ല എന്റെ മോളെ. വക്കീലിനോട് ചോദിച്ചിട്ട് തന്നെയാ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് മോൾ അവിടെ തന്നെ നിന്നു. ആ, പിന്നെ കൂട്ടത്തില് ചെയ്യേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കി രാധികയും വരുണിനെ അകറ്റാൻ നോക്കണം. അതൊന്നും നടക്കില്ല മുത്തശ്ശി. രണ്ടെണ്ണവും ഇരുമ്പും കാന്തവും പോലെ ഒട്ടിപ്പിടിച്ചിരിക്കോ. എടി, ഈ ലോകത്തൊരു പെണ്ണ് വിചാരിച്ചാ തകർക്കാൻ പറ്റാത്ത ഒരു ബന്ധവുമില്ല. സാഹചര്യം അനുസരിച്ച് നിക്കണമെന്ന് മാത്രം. രാധികയില് വരുണിന് അതൃപ്തിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ തിരിച്ചും. എന്നിട്ടേ വീണ്ടും വീണ്ടും അവരെ കൊണ്ട് ചെയ്യിക്കണം. ഒരിക്കൽ ഒരു പ്രാവശ്യം അവനൊന്ന് ശബ്ദം ഉയർത്തിയാലുണ്ടല്ലോ, അവിടെ നിന്ന് തുടങ്ങാൻ നമുക്ക്. ഞാൻ നോക്കട്ടെ മുത്തശ്ശി. ആ നാശം പിടിച്ച രണ്ടെണ്ണത്തിന്റെ പ്രേമം കാണുമ്പോഴേ എനിക്ക് കൈയും കാലും വിറയ്ക്കുക. കണക്കൊക്കെ നമുക്ക് തീർക്കാവടി മോളെ. ഇതിലും സമാധാനങ്ങളുള്ള എത്രയോ കുടുംബങ്ങൾ നിന്ന് കത്തിയിരിക്കുന്നു. ആ, അവിടെ പിന്നെ നീ എന്തെങ്കിലും ചെയ്താൽ സഹായിക്കാനായിട്ടേ കൽപ്പനയും ഉർവശിയും ഉണ്ടല്ലോ. നീ ഒന്ന് കൊളുത്തി വിട്ടാ മതി. അതിൽ എണ്ണ ഒഴിക്കേണ്ട കാര്യം അവര് ചെയ്തോളൂ. ശരി മുത്തശ്ശി, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും മുത്തശ്ശിയോട് പറഞ്ഞിട്ടേ ഞാൻ ചെയ്യൂ. അത് മതി. എന്ത് ചെയ്താലും നിയമത്തിന്റെ ഒരു സംരക്ഷണം നമുക്കുണ്ടാവണം.
നിയമത്തിന്റെ പേരിലാവണം. ഇവരിൽ ആരെങ്കിലും അവിടെ കണ്ടതായി ഓർക്കുന്നുണ്ടോ? സർ, ഇയാളെ ഞങ്ങൾ പലതവണ കണ്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റും അല്ല രാധിക? ആ അതെ അതെ. പിന്നെ ദേ ഇയാളെയും കണ്ടിരുന്നു. ദേ, ഇയാള്. ഓക്കെ വരും. ഇപ്പൊ ഈ കണ്ട ആളുകളിൽ ആരുടെയെങ്കിലും സംശയകരമായ ഒരു നീക്കം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല സർ. പ്രത്യേകിച്ച് ഞങ്ങളെ ഫോളോ ചെയ്തിരുന്ന വണ്ടി തിരിഞ്ഞു പോയതുകൊണ്ട് ഞങ്ങൾ അവിടെ വെച്ച് അത് അവസാനിപ്പിക്കുകയും പിന്നെ ഞങ്ങൾ യാത്രയുടെ ഒരു മൂഡിലേക്ക് തിരികെ വരികയും ചെയ്തു. ഓക്കെ, വാട്ട് അബൌട്ട് ദിസ്? ഹോട്ടലിലെ മുഴുവൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും ഇയാളുടെ മുഖം അതിലൊന്നും പതിഞ്ഞിട്ടില്ല. ബട്ട് ഇയാൾ ആ ഹോട്ടലിലുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് സ്വയം മറച്ചു പിടിക്കേണ്ട ഒരു ആവശ്യക്കാരനായിരുന്നു അയാൾ. മേ ബി നമ്മൾ സംശയിക്കുന്ന ആൾ. എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇല്ല സർ, ഒട്ടും മനസ്സിലാവുന്നില്ല. വാട്ട് അബൌട്ട് യു? നോ സർ. ഹോട്ടലിലെ മിക്ക ഡീറ്റെയിൽസും ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. റാംദേവ് എന്ന പേരിൽ മുറിയെടുത്തിട്ടുള്ള ഒരാളാണ് മിസ്സിംഗ്. അത് ഇയാളാണ്. ഇയാൾ തന്നെയാണ്. പക്ഷേ ആ റാംദേവ് എന്ന ഐഡന്റിറ്റി വ്യാജമാണ്. സർ, അതെങ്ങനെ ഒരു വ്യാജ ID കൊടുത്ത് അയക്കോടെ റൂം എടുക്കാൻ പറ്റുന്നേ? പോലീസിൽ നിന്ന് കർശനമായ നിർദ്ദേശം ഹോട്ടലുകാർക്ക് കൊടുത്തിട്ടുണ്ട്. വരുന്ന ആളിന്റെ ഐഡന്റിറ്റി കാർഡും ആളെയും ഒത്തു നോക്കണമെന്ന്. പക്ഷെ പലപ്പോഴും ചിലരത് പാലിക്കാറില്ല. പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം മാസ്ക് വെച്ച് പുറത്തിറങ്ങുന്നത് കുറ്റകരമായ ഒരു കാര്യമല്ലല്ലോ. മാത്രമല്ല അത് നല്ലതാണെന്നാണ് പൊതുഭാഷ്യം. ചിലരത് മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ദേ ഇതുപോലെ. ഓക്കെ, എന്തായാലും ഞങ്ങൾ അന്വേഷണം ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. അധികം വൈകാതെ നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ച കുറ്റവാളിയെ ഞങ്ങൾ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. താങ്ക് യു സർ. വരുൺ, തൽക്കാലം ആപത്തൊന്നും സംഭവിച്ചില്ലെങ്കിലും വളരെ വിദഗ്ധമായി നീങ്ങുന്ന ഒരാളാണ് പുറകിലുള്ളത്. സോ കുറച്ച് കെയർഫുൾ ആയിരിക്കണം.